സ്തോത്രം. ഈ ആരാധന യോഗം ദേവദാസൻ അതുപോലെ സൂക്ഷ്മാത്മാവിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് ഉപവാസ പ്രാർത്ഥന കടന്നു വരുവാനും ദേവദാസനിൽ നിന്ന് ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മളെ ഇടയാക്കി. തുടർന്നും ഇനി 2-ാം ദിവസം നമുക്കിന്ന് കടന്നു വരുവാനും ഉപവാസ പ്രാർത്ഥന നമുക്ക് സംബന്ധിക്കുവാനും കർത്താവ് നമ്മളെ ഇടയാക്കി. തുടർന്ന് നമുക്ക് കർത്താവിനെ കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം. യേശു ക്രിസ്തു ഉയർത്തി ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. പാട്ട് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം.
ഇന്നയോളം കണ്ണിൻ മുമ്പിൽ പതറാതെ ചേർന്നോണം വെച്ച കണ്ണിൻ മുമ്പിൽ പതറാതെ മണി പോയി നിന്നെ മൂടി മറച്ചില്ലേ മണി നിന്നെ മൂടി മറച്ചില്ലേ അടുത്തു പോകാതെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരും ഉടയവരുമെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞ പുറക്കി കർത്താവ് നമ്മളെ ഉയർത്തി അവിടെ നിന്നെല്ലാം നമ്മളെ മാനിച്ച് നമ്മളെ താങ്ങി ഉയർത്തിയ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് തുടർന്ന് നമുക്ക് പ്രാർത്ഥനയിലും ആരാധനയിലും നമുക്ക് മുന്നേറാം. കണ്ണിന് വരയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശുദ്ധാസനങ്ങളുടെ പിതാവേ അപ്പാ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ നിങ്ങളിൽ കടന്നു വരുന്നപ്പാ. ഹല്ലേലൂയ. തുടർന്ന് ഞങ്ങളുടെ ആരാധന ശുശ്രൂഷയ്ക്കായി സ്തോത്രം കരയുന്നപ്പാ. ഞങ്ങളെ പഠിപ്പിക്കുന്ന വചനം പഠിപ്പിക്കുന്ന ദാസനോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധന ഹല്ലേലൂയ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തന്ന വലിയേറിയ സമയത്തിനായി സ്തോത്രം കരയുന്നു. തുടർന്ന് ഏറ്റവും അനുഗ്രഹമായി ഞങ്ങളുടെ യോഗം തീർക്കണം. പ്രാർത്ഥന യാചന കേൾക്കാൻ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് കുഞ്ഞുങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ പാടി ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. തുടർന്ന് നമുക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ പ്രാർത്ഥന അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ മിനിസ്ട്രിയുടെ ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന തോമസ് അങ്കിളിനെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവം തന്നെ ബലപ്പെടുത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. കുടുംബമായി ദൈവം മാനിക്കുവാൻ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ബിനു കുരുവിളയെ കുടുംബമായി ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയാൽ നിറയ്ക്കേണ്ടതിനായി വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മിനിസ്ട്രിയുടെ വളർച്ചയ്ക്കായി എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുവാൻ ആവശ്യമായ നന്മകൾ, സാമ്പത്തിക വഴികൾ ദൈവം തുറക്കപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ ദാസൻ ജോയ് സാംസൺ പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. കരുണാസമ്പന്ന നിത്യനീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രികാല സമയത്തിനായി സ്തുതിക്കുന്നു. ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഉപവാസ പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, കുടുംബമായി മാനിക്കണമേ.
വൈസ് പ്രസിഡന്റായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി മാനിക്കണമേ. എല്ലാ വിധന്മാരും അവിടെ നിന്ന് ഒരിക്കൽ അവിടുന്ന് മാനിച്ചാട്ടെ. മിനിസ്ട്രിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സാമ്പത്തിക വഴികളും മറ്റു മുഖാന്തരങ്ങൾ അവിടെ നിന്ന് ഒരുക്കണമേ. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യാദികളും ഭംഗിയായി നിർവഹിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചിട്ടില്ല. ആ നന്മകൾ നൽകി ഇടികളെ മാനിച്ച് അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതേക്ക് സ്തുതിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചിട്ട് ദൈവിക അനുഗ്രഹങ്ങളുടെ കലവറ ഞങ്ങൾക്കായി തുറക്കുന്നതേക്ക് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സഹായിച്ച കർത്താനദാസനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആമേൻ സ്തോത്ര മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വാട്സാപ്പ് കൂട്ടായ്മ, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഈ പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടത്, അനേകർക്ക് പ്രയോജനകരമായി തീരേണ്ടതിനായി, അനേകർക്ക് ആശ്വാസകരമായി തീരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും രാവിലെയും എല്ലാ ദിവസവും രാത്രിയിലും നടത്തപ്പെടുന്ന ആമേൻ ഫേസ്ബുക്ക് ലൈവ് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, ഈ ലൈവുകളിൽ ദൈവം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനം, ചെയിൻ പ്രയർ, ആമേൻ ബുധനാഴ്ചകളിലുള്ള പ്രാർത്ഥന, വ്യാഴാഴ്ചയുള്ള പ്രാർത്ഥന, വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന, ഈ ബൈബിൾ സ്റ്റഡികളെല്ലാം അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ ദാസൻ ഡേവിസൺ എബ്രഹാം പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. മിനിസ്ട്രിയുടെ നടക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫേസ്ബുക്ക് മീറ്റിംഗ്, അതുപോലെ വാട്സപ്പ് കൂടിവരവുകൾ, അതുപോലെ കർത്താവെ വ്യത്യസ്തമാർന്ന ശുശ്രൂഷകൾ കർത്താവെ അനേകർക്ക് അനുഗ്രഹമായ നിലയിൽ കർത്താവെ തീർക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിൽ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനേകർക്ക് അതിലൂടെ അനുഗ്രഹമായി തീരുവാൻ, അനേകര് കർത്താവിന്റെ അറിയുവാനൊക്കെ അത് മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്ക്, ദൈവദാസന്മാർക്കായി അധ്യാപകർക്കായി പ്രാർത്ഥിക്കുന്നു. ആമേ. വ്യത്യസ്തമായ ശുശ്രൂഷകളിലൂടെ അനേകരെ ഈ ദിവസങ്ങളിൽ കർത്താവായ യേശുവിനെ ആമേൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ എല്ലാ ദൈവം സഹായിക്കണമേ. അനേകർക്ക് അത് അനുഗ്രഹമാക്കി തീർക്കണം പ്രാർത്ഥിക്കുന്നു. അതിനെ പ്രവർത്തിക്കുന്ന എന്റെ ദാസന്മാരെല്ലാവരെയും ദൈവം അധികമായി മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് മഹത്വം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സഹായിച്ച കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമുക്ക് ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ AJ ജോൺ അവറുകളാണ് ഇന്ന് രാത്രിയിൽ നമ്മോട് ദൈവനം സംസാരിക്കുന്നത്. കർത്താവിന്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വിവിധമായ ആവശ്യങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്നവരുണ്ട്, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. അവരൊക്കെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുണ്ട്, സാമ്പത്തികമായി ഭാരം അനുഭവിക്കുന്നവരുണ്ട്. അവരൊക്കെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രിവീൻ പാസ്റ്റർ മൂത്ത മോളുടെ എൻഗേജ്മെന്റ് നാളെ നടക്കുകയാണല്ലോ. ഏറ്റവും അനുഗ്രഹമായ നിലയിൽ അത് നടക്കേണ്ടതിനായും അതിനാവശ്യമായ സാമ്പത്തിക വഴികളൊക്കെ ദൈവം ചെയ്തു കൊടുക്കേണ്ടതിനായിട്ടും അവളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹമായ നിലയിൽ നടക്കേണ്ടതിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് കർത്താനുദാസൻ MS എബ്രഹാം പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. MS എബ്രഹാം പാസ്റ്റർക്ക് കേൾക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം. ദൈവദാസന് കേൾക്കാൻ കഴിയത്തില്ല. സ്റ്റീഫൻ പാസ്റ്റർക്ക് പ്രാർത്ഥിക്കാം ആ വിഷയത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യായാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസം
ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അനുഗ്രഹീതമായ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവമേ, ജോൺ പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനങ്ങൾ വാരി വിതറുവാൻ നിന്റെ ദാസനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലവും രാത്രി, ഇന്ന് പകൽക്കാലവും രാത്രിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം നീ മറുപടി അയക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥന മിനിസ്ട്രിയിലുള്ളവർക്ക് വലിയൊരു അനുഗ്രഹമായി തീരണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേർനിരയിലായിരിക്കുന്ന ദൈവദാസീദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഭാരത്താൽ ബുദ്ധിമുട്ടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേക നാളെ കാലം നടക്കുന്ന ഞങ്ങളുടെ സബ് സോൺ ഡയറക്ടർ രവിൻ പാസ്റ്റർമാരുടെ എൻഗേജ്മെന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ നിലയിൽ ആ വിവാഹം നടക്കുവാൻ സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈദ്യന് അനുഗ്രഹീതമായ ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആവശ്യമായ സാമ്പത്തിക വഴികളെല്ലാം തുറക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാക്കി നൽകണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. യാതൊരു തടസ്സവും കൂടാതെ ചന്തോചിതമായി ആ ശുശ്രൂഷ ചെയ്തെടുക്കാൻ ദാസന്മാരെ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രി നടക്കുന്ന സകല പ്രോഗ്രാമുകളെയും ധാരാളമായി അനുഗ്രഹിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ സഹായിച്ച കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കായി ജോയിന്റ് സെക്രട്ടറി കർത്താവിന്റെ ദാസൻ, അതുപോലെ തന്നെ സ്തോത്രം, എല്ലാ ദൈവദാസന്മാരെയും ഓർക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവനം നമ്മോട് സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മിനിസ്ട്രിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫേസ്ബുക്ക് ലൈവിൽ ഒക്കെ പ്രസംഗിക്കുവാൻ കർത്താവ് തന്നെ സഹായിച്ചു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസനെ നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒരു വാക്യം വായിച്ച് തുടർന്ന് കർത്താവിന്റെ ദാസനെ ശുശ്രൂഷിപ്പാനുള്ള സമയം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ജനനം ലോകമെമ്പാടും കൊണ്ടാടുന്ന ദിനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. നമുക്കറിയാം, ക്രിസ്തുമസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനമല്ല, മറിച്ച് ക്രിസ്തു മാസ് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ ബലി. അപ്പോൾ ബലിയാകുവാൻ പിറന്ന ക്രിസ്തു, ആ യേശുവിന്റെ ജന്മദിനം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്ത് ചെയ്യായിരുന്നു? കൊണ്ടാടുകയായി. നമുക്കറിയാം, യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്യിക്കാനല്ല വന്നത്, ശുശ്രൂഷിക്കുവാനാ വന്നത്. അവൻ നമുക്ക് വേണ്ടി മരിക്കുവാനാണ് വന്നത്. അവൻ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മെ കൊണ്ട് ചെയ്യിക്കാനല്ല, നമുക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി വന്നു. അവിടെ പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാനിടയായി തോന്നി. ആ ഏൽപ്പിച്ചു തന്ന കർത്താവിനെ നമുക്ക് ശുശ്രൂഷിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഇന്ന് രാത്രിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ കൃപ, ആ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. ദൈവം ഇങ്ങനെ പറയുന്നല്ലോ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിലിരുന്ന് പ്രാപിക്കുവാനും ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, കാലം അതിൻ്റെ അന്ത്യത്തിൽ എത്തി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലോക സംഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. പ്രാർത്ഥനയിൽ
ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ, ഒരുങ്ങുവാൻ ഒക്കെ ഈ പ്രാർത്ഥനയും ആരാധനയും ആമേൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ആമേ ഒരുമിച്ച് മുന്നേറുവാനും ദൈവം നമ്മെ ഒരുമിച്ച് അവിടുന്ന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ AJ ജോൺ അവറുകളെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ചുമതലയിൽ നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസം അതിൻ്റെ വൈകിട്ടുള്ള പ്രാർത്ഥനാ യോഗത്തിലാണ് നമുക്ക് സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗസ്ഥനായ ദൈവം ഇടയാക്കി തീർത്തത്. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായിരുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ വൈസ് പ്രസിഡന്റ് സേവനം ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസനെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസനെയും കുടുംബമായിട്ട് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ട്രഷററായി സേവനം ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ കുടുംബം, അതുപോലെ തന്നെ ഇതിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി വീണ്ടും ഒരിക്കൽ കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവത്തിനെ ശുശ്രൂഷിക്കുവാൻ എനിക്കും ഒരവസരം ദൈവം ഒരുക്കി തന്നല്ലോ. അതിനെ ക്ഷണിച്ചതായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദിയും വന്ദനവും ഈ സമയത്ത് കർത്തൃനാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അതെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ കഴിഞ്ഞ രാത്രിയും പകലും വളരെ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് പകലും അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ യോഗങ്ങൾ കർത്താവ് നമുക്ക് നൽകി തന്നു. ഇന്ന് രാത്രിയും ദൈവസനിൽ കടന്നു വരുവാൻ, പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അനവധി വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നു. പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും നമുക്ക് ആലോചന നൽകി തരികയും ചെയ്യുമാറാകട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ദൈവം നമ്മെ മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ എല്ലാവർക്കും അതേ സ്നേഹവും വന്ദനം അറിയിച്ചുകൊണ്ട് അല്പനിമിഷങ്ങള് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ ദൈവവചനം ചിന്തിക്കുവാൻ പുതിയ നിയമത്തിലെ യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമാണ് ഞാൻ കർത്താവിനെ ശരണപ്പെട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഇങ്ങനെ ഞാൻ തന്നെ വായിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ആമേൻ. ഈ മിനിസ്ട്രി ധാരാളം ദൈവദാസന്മാരും ധാരാളം ദൈവമക്കളുള്ള ഒരു മിനിസ്ട്രിയാണിത്. ഇത് വേൾഡ് അടിസ്ഥാനത്തിൽ അമേരിക്കയിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ സംസ്ഥാന കേരളത്തിലും ധാരാളം അംഗങ്ങളുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രിയാണ് ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രി. ഇതിന്റെ സേവനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വലിയ വിശാലത ഉണ്ടാകുവാൻ ദിവസം പ്രാർത്ഥിക്കുന്നു. കോഴഞ്ചേരി മാരാമണിൽ ഇതിന്റെ ഹെഡ് ഓഫീസ് സ്ഥാപിക്കുകയും അതിനെ സംബന്ധിച്ച പ്രസിഡന്റ് നമ്മെ അറിയിക്കുകയൊക്കെ ചെയ്തുവല്ലോ. തുടർന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് വളരെ ആത്മാക്കളെ നേടുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്നു വരുവാൻ സർവശക്തനായ ദൈവമിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ നന്മകളാലും ഈ മിനിസ്ട്രിയെ ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വായിച്ച വേദഭാഗം പുതിയ നിയമത്തിൽ അത് യാക്കോബിന്റെ ലേഖനത്തിലെ 5-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. ഈ വാക്യം എല്ലാവർക്കും നമ്മളെല്ലാവരും വായിക്കുന്ന ഒരു വേദഭാഗമാണ് യാക്കോബിന്റെ ലേഖനമൊക്കെ. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗത്തിൽ കൂടെ അല്പനിമിഷങ്ങൾ മാത്രം ശുശ്രൂഷിക്കുവാൻ
ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ വായിക്കുന്നത് ഏലിയാവിന്റെ ദൈവം. നമ്മൾ സാധാരണ പറയാറുണ്ട് അബ്രഹാമിന്റെ ദൈവം, സഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഏലിയാവിന്റെ ദൈവം എന്നിങ്ങനെ നാം പറയാറുണ്ട്. അതുപോലെ പുതിയ നിയമത്തിൽ യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴൊക്കെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടുവന്നൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പത്രോസിന്റെയും യോഹന്നാന്റെയും അതുപോലെ തന്നെ യാക്കോബിന്റെയും ദൈവം എന്ന് പറയാറുമുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ അബ്രഹാമിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നും പറയുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെയും പറയുന്നു. അപ്പോൾ തന്നെ ഏലിയാവിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു പ്രാഗൽഭ്യം, ഒരു ധൈര്യം, ഒരു സന്തോഷം നമുക്ക് തോന്നാറുണ്ട്. അതിന്റെ കാരണം എന്തുവാ? മറ്റുള്ള ശിഷ്യന്മാരുടെ പേരിലോ അല്ലെങ്കിൽ പഴയ നിയമകാല മറ്റുള്ള ഭക്തന്മാരുടെ പേരിലോ അങ്ങനെ പറയാറില്ല. ഏറ്റവും പറയാറുള്ളത് അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം, അത് കഴിഞ്ഞാൽ പിന്നെ ഏലിയാവിന്റെ ദൈവം, പിന്നെ മറ്റാരും അങ്ങനെ പറയാറില്ല. പുതിയ നിയമത്തിലാണെങ്കിൽ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും അത്രേ പറയുള്ളൂ. മറ്റുള്ള ശിഷ്യന്മാരെ ചേർത്ത് അങ്ങനെ പറയാറുമില്ല. അപ്പോൾ ഏലിയാവിന്റെ ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അന്തർഭാഗത്ത്, നമ്മുടെ അന്തരംഗത്തിൽ, നമ്മുടെ മനസ്സിൽ ഒരു വലിയ പ്രാഗൽഭ്യം ഉണ്ടാകാറുണ്ട്, ഒരു വലിയ ധൈര്യം ഉണ്ടാകാറുണ്ട്, ഒരു വലിയ പ്രത്യാശ നമുക്ക് ഉളവാകാറുണ്ട്. പ്രത്യേകിച്ചും ഇത് ധാരാളം ദൈവദാസന്മാർ കേൾക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. ദൈവമക്കൾ ധാരാളമുണ്ട്. ഇന്ന് രാത്രി അവരോടായിട്ട് ഒരു ദൂത് കൈമാറുകയാണ്. ഏലിയാവിന്റെ ദൈവം പഴയ നിയമത്തിൽ കർത്താവിന് വേണ്ടി ഏറ്റവും അധികം പ്രകാശിച്ച ഒരു ദൈവദാസനാണ് ഏലിയാവ്. കർത്താവിന് വേണ്ടി ഉറച്ചു നിന്ന ഒരു ദൈവദാസനാണ് ഏലിയാവ്. ഏതെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടല്ലോ, ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടോ, അപ്പോഴൊക്കെ വീറോടെ കർത്താവിന് വേണ്ടി ഉറച്ചു നിന്ന ഒരു ദൈവഭൃത്യനാണ് ഏലിയാവ്. സാഹചര്യം ഒരിക്കലും ഏലിയാവിനെ വഴിതെറ്റിച്ചില്ല. അവസ്ഥകൾ ഒരിക്കലും ഏലിയാവിനെ വഴിയെ തടഞ്ഞതുമില്ല. അധികാര സ്ഥാനങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ഏലിയാവ് വിറച്ച് മാറി നിന്നിട്ടുമില്ല. തന്നെ വിഴുങ്ങുന്ന രംഗം വന്നപ്പോൾ, തന്നെ കൊല്ലും, തന്നെ വധിക്കും എന്ന ഭീഷണി വന്നപ്പോൾ പോലും ഏലിയാവ് അതരപ്പെട്ട് പിറകോട്ട് മാറിയില്ല. താൻ എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചോ, ഏത് കാര്യം പ്രസ്താവിപ്പാൻ തന്നെ ചുമതലപ്പെടുത്തിയോ അതിനുവേണ്ടി വീറോടെ വാദിച്ചു നിന്ന ഒരു അനുഗ്രഹീത കർത്തൃദാസനാണ് ഏലിയാവ്. സ്തോത്രം. അതുകൊണ്ടാണ് ഏലിയാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ഒരു പ്രത്യേക പ്രാഗൽഭ്യം ഉണ്ടാകാൻ ഇടയായിത്തീരുന്നത്. ഏലിയാവിന്റെ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിന്റെ ദൈവം എന്ന് എടുത്തു പ്രാർത്ഥിക്കാറുണ്ട്. അബ്രഹാമിനെ കാണുന്ന അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ്. ദൈവത്തിന്റെ സ്നേഹിതനായിട്ട് അബ്രഹാമിനെ കാണുന്നു. അവിടെ അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അടുത്ത സ്നേഹിതനായിട്ട് കാണുകയാണ്. എന്നാൽ ഇവിടെ യഹോവയായ ദൈവത്തെ വലിയൊരു രക്ഷകനായിട്ട് ഏലിയാവിൽ കൂടെ നമുക്ക് കാണുവാനിടയായി തീരുകയാണ്. ഏലിയാവിന്റെ പേരോർക്കുന്നത് തന്നെ യഹോവ എന്റെ രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയെ സ്തുതിക്കുവാനും യഹോവയെ സ്തോത്രം ചെയ്യുവാനും സാധ്യമായി തീരുകയാണ്. ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏലിയാവിന്റെ ദൈവം, ഹല്ലേലൂയ. അപ്പോൾ ഏലിയാവിന്റെ ദൈവം എന്ന് പറയുന്ന ഒരു പുതിയ നിയമ ഭക്തൻ, ഒരു പുതിയ നിയമ വിശ്വാസി, ഒരു പുതിയ നിയമ ദൈവദാസൻ, അവർ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെട്ടവരാണ്. അവരുടെ അകത്തൊരു പ്രാഗൽഭ്യമുണ്ട്. എന്താണ് പ്രാഗൽഭ്യം എന്ന് അറിയാമോ? എനിക്കും ഏലിയാവിനെ പോലെ ശുശ്രൂഷ ചെയ്യണം, എനിക്കും ഏലിയാവിനെ പോലെ പ്രകാശിക്കണം, എനിക്കും ഏലിയാവിനെ പോലെ ആയിത്തീരണം. എന്താ ഏലിയാവിനുള്ള പ്രാധാന്യത? എന്താ ഏലിയാവിനുള്ള പ്രത്യേകത? എന്തുവാ ഏലിയാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ കർത്താവിന് വേണ്ടി ആദ്യന്തം ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച ഒരു ദൈവഭൃത്യൻ. സ്തോത്രം. തിപ്സനായ ഏലിയാവ് എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ, വല്ല പ്രതികൂലങ്ങൾ, മുൻപോട്ട് പോകാൻ കഴിവില്ലാതെ ദൈവത്തിന് അടഞ്ഞു എന്ന് കരുതിയെടുത്തും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, പ്രകാശിപ്പാൻ സാധ്യമായി തീർന്ന ഒരു അനുഗ്രഹീത കർത്തൃദാസനാണ് ഏലിയാവ്. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നത്, ഏലിയാവിനെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവ്, ദൈവത്തിന്റെ നാമം, ഏലിയാവിനെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യരുതെന്ന് അപേക്ഷിക്കയിൽ 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. വീണ്ടും മഴയ്ക്കായി പ്രാർത്ഥിക്കയിൽ ആകാശത്ത് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഇവിടെ കാണുന്നത് ഒന്നാമത് ഏലിയാവ്, രണ്ടാമത്
ഏലിയാവിന്റെ വിശ്വാസം. മൂന്നാമത് ഏലിയാവിന്റെ പ്രാർത്ഥന. നാലാമത് ഏലിയാവിന്റെ പ്രാഗൽഭ്യം അല്ലെങ്കിൽ ഏലിയാവിന്റെ ധൈര്യം. അഞ്ചാമത് എന്തൊന്നിനു വേണ്ടി തന്നെ അഭിഷേകം ചെയ്തോ ആ അഭിഷേകത്തിന്റെ ശക്തിയെ മനസ്സിലാക്കി പ്രാഗൽഭ്യത്തോടെ ജീവിതത്തിൽ മരണം സംഭവിച്ചാലും ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഏറ്റുമുട്ടിയാലും ഇല്ല, താൻ പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിനുടെ അവസാനത്തോളം ഉറച്ചു നിന്നവൻ. ആമേൻ. ഇതാണ് ഏലിയാവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി തീർക്കുവാനിടയായി തീരുന്നത്. ഇന്ന് രാത്രി ദൈവദാസന്മാരും ദൈവമക്കളും അടങ്ങിയ ഈ മിനിസ്ട്രിയിൽ ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത്യന്തമായ സന്തോഷമുണ്ട്. കാരണം ഞാനും പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിന്റെ ദൈവം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രാഗൽഭ്യത്തോടെ ഏലിയാവിനെ കുറിച്ച് ഇന്ന് രാത്രി ഈ ദൈവദാസന്മാരെ ഈ മിനിസ്ട്രിയിൽ പ്രസംഗിക്കുകയാണ്. പുതിയ നിയമ ഭക്തന്മാരായ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നാം ഏലിയാവിനെ പോലെ വേലയിൽ ശുഷ്കാന്തിയുള്ളവരായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ചിലർ അങ്ങനെയും ചിലർ ഇങ്ങനെയൊക്കെ വഴിമാറി ഒക്കെ മാറി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഏലിയാവിനെ വിളിച്ച ദൈവമാണ് എന്നെയും നിങ്ങളെയൊക്കെ വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും തള്ളിക്കളയുന്ന ഒരു ദൈവത്തെയല്ല വിളിച്ചിരിക്കുന്നത്. ഇബ്രാഹിത്തിൽ വായിക്കുന്നുവല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല നടുവെ ചീന്തി ദൈവാലയത്തിന്മേൽ എന്നേക്കുമുള്ള ഒരു മഹാബരു നമുക്ക് നിൽക്കുന്നത് കൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി, ശരീരം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരായി, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് പരമാർത്ഥത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പോൾ ഇന്ന് രാത്രി എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഏലിയാവിന്റെ ദൈവം അതേ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഏലിയാവിനെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനായിരുന്നു. നമ്മെയും വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഒരിക്കലും വിളിച്ചിറക്കിയ ദൈവം സാഹചര്യ നടുവിൽ കൈവിട്ടു പോകത്തില്ല. അതുകൊണ്ടാണ് യോശുവയോട് പറഞ്ഞത്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. എന്റെ ദാസനായ മോശയോട് കൂടി ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും. ആമേൻ. ഇന്ന് രാത്രി ഈ മിനിസ്ട്രിയിലുള്ള ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ സന്തോഷത്തോടെ ഓർപ്പിക്കട്ടെ, ഏലിയാവിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുവാൻ, ഏലിയാവിന്റെ ദൈവം ശ്രേഷ്ഠ ദൈവം എന്ന് പറയുവാൻ, ഏലിയാവിന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, എന്നെ വിളിച്ചിരിക്കും ദൈവം വിശ്വസ്തൻ എന്ന് പറയുവാൻ. വെള്ളം എത്ര കലങ്ങി മറിഞ്ഞാലും, കൊടുങ്കാറ്റ് എത്ര ഉയർന്നു വന്നാലും, തിരമാലകൾ എത്ര പൊങ്ങി അടിച്ചെന്ന് പറഞ്ഞാലും അതിന്റെ നടുവിൽ എന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം വിശ്വസ്തൻ എന്ന് പറയുവാൻ എത്ര പേർക്ക് സാധ്യമായി തരും. സങ്കീർത്തനത്തിൽ ഭക്തനായ ദാവീദ് പറയുന്നു, പെരുവെള്ളം കവിഞ്ഞു വന്നാലും അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. എന്താ കാരണം? നീ എന്റെ മറവിടമാകുന്നു. ഇന്ന് രാത്രി ആ മറവിടമായ ദൈവം എനിക്കും നിങ്ങൾക്കും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും മറവിടമായ ഒരു ദൈവം. ആ ദൈവമാണ് വിശ്വസ്തൻ. അവനൊരിക്കലും വഴിമാറി പോകുന്നവനല്ല, അവനൊരിക്കലും കൈവിട്ട് കളയുന്നവനല്ല. ഏത് സാഹചര്യത്തിന് നടുവിലും നമ്മെ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിവുള്ളവനാണ് നാം സേവിക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ എഴുതുമ്പോൾ ഏലിയാവിന്റെ ദൈവം എന്ന് പറഞ്ഞ് എഴുതുവാനിടയായി തീർന്നിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അബ്രഹാമിന്റെ ദൈവം എന്താ കാരണം അങ്ങനെ പറയുവാൻ? അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുവാൻ, അബ്രഹാമിന് ദൈവം കടുത്ത ശോധനകളാണ് നൽകിയത്. കടുത്ത ശോധനകൾ നൽകിയിട്ടും ദൈവം പറഞ്ഞു എന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞ് അബ്രഹാമിനെ ദൈവം കൂടെ നിർത്തുകയാണ്. അബ്രഹാമിന് നേരിട്ട കടുത്ത ശോധന നടുവിൽ അബ്രഹാം വാക്കും പിന്മാറിപ്പോയില്ല. ഒന്ന്, മെസൊപ്പൊത്താമിയിൽ നിന്നുള്ള ഇറക്കം. രണ്ട്, ഹെബ്രോനിലേക്കുള്ള മമ്രയുടെ തോപ്പിലേക്കുള്ള യാത്ര. ഹാരാനിൽ വന്നിരിക്കുന്ന പ്രതിസന്ധി. ഹായിക്കും ബെഥേലിനും മധ്യേ മിസ്രയീമിൽ ചെന്നപ്പോൾ, ഒടുവിൽ ഹെബ്രോൻ മമ്രയുടെ തോപ്പിൽ വന്നപ്പോൾ ഇവിടെയൊക്കെ തന്നെ പരിപാലിച്ചൊരു ദൈവം. ഒടുവിൽ ഹെബ്രോൻ മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ രാവിലെ തന്റെ വീട്ടിൽ വന്ന അവസ്ഥ, അവിടുന്ന് പോകാൻ സമയത്തുള്ള അനുഗ്രഹം, ആ വാഗ്ദത്തം ലഭിച്ച ശേഷം അതിന് പ്രായപൂർത്തി വന്നപ്പോൾ ദൈവം നൽകിയ പരിശോധന, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അബ്രഹാമിനെ ഒക്കെ അവിടെ വിജയിയായി കാണുവാനിടയായി തീരുകയാണ്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ സ്നേഹിതൻ എന്ന് പറയുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ വിശ്വാസ യാത്രയിൽ ദൈവമക്കളെ 2023 വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇവിടെ സാമ്പത്തികമായ ക്ലേശങ്ങൾ നേരിടാത്ത ദൈവദാസന്മാരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല.
ദൈവത്തിന്റെ സ്തോത്രം. ഒരു 90% ദൈവദാസന്മാരും ദൈവമക്കളും 2021 ഒത്തിരി ശോധന അനുഭവിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി വളരെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്, വലിയ പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ 2024 നോക്കിക്കൊണ്ട് ദൈവാത്മാവരെ ദൂത കൈമാറുകയാണ്. 2023 ഇങ്ങനെയൊക്കെ കഴിഞ്ഞുപോയി. 2024 സങ്കീർണമായിരിക്കും, പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും. സഹിച്ചു നിൽപ്പാൻ ഇന്നോ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക. വളരെ പ്രതിസന്ധിയും വളരെ സങ്കീർണവും വളരെ പ്രയാസമേറിയ മാസങ്ങൾ ദൈവദാസന്മാരുടെ മുൻപിലുണ്ട്, ദൈവമക്കളുടെ മുൻപിലുണ്ട്. അവയൊക്കെ സാക്ഷ്യം നേരിടുവാൻ പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവദാസന്മാരെ ദൈവമക്കളെ, വാസ്തവമായും കർത്താവ് നമ്മോട് കൂടിയിരിക്കും. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും അബ്രഹാം ദൈവത്തിന്റെ ഉറച്ചു നിന്നുകൊണ്ടാണ്. അബ്രഹാമിന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാം എന്നുള്ള പേര് അബ്രഹാം എന്ന് പേരാക്കി മാറ്റി. ബഹുജാതിയുടെ പിതാവാക്കി അവനെ ഉയർത്തി. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ വലിയൊരു ജാതിയാക്കും. 7 അനുഗ്രഹങ്ങൾ അബ്രഹാമിന് ദൈവം കൊടുത്തു. ആ 7 അനുഗ്രഹങ്ങൾ പഴയ നിയമ സഭ ആവിർഭവിക്കാനും ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അബ്രഹാമിനെ ദൈവം അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നാം പ്രസംഗിക്കുവാനിടയായി തീരുന്നത്. അതിനുശേഷം സഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഇവിടെയൊക്കെ ദൈവം അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനിടയായി തീരുന്നത്. കാരണം കർത്താവിന് വേണ്ടി ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ഏലിയാവിന്റെ ദൈവം എന്ന് പറയുവാണെങ്കിൽ കാരണം അതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ 2021 നേരിട്ട സങ്കീർണമായ പ്രതിസന്ധികളുടെ നടുവിൽ എത്ര പേർ കർത്താവിന് വേണ്ടി വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. നമ്മെ തന്നെ ആത്മപരിശോധന ചെയ്യുവാൻ കൂടെ ഈ അവസരം വേർതിരിക്കപ്പെടുകയാണ്. സാമ്പത്തികമായ പ്രതിസന്ധികൾ, ജീവിതത്തിൽ ഏറ്റുകൊള്ളുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, സഹായിപ്പാൻ ആരും ഇല്ലാതെ വരുന്ന ഒരവസ്ഥ, നമ്മൾ ആശ്രയിച്ച് ചെല്ലുന്നവർ പോലും നമ്മളെ മറന്നിട്ട് പോകുന്ന ഒരവസ്ഥ, വഴിയിൽ കണ്ടാൽ മിണ്ടാതെ പോലും പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള സങ്കീർണമായ പ്രതിസന്ധി നേരിട്ടപ്പെടും. ഞാനൊരു ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം തന്റെ അഭിഷേകത്തലം നിറച്ചെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരെയാണ് ദൈവം ഓർക്കുവാനിടയായി തീരുന്നത്. ഏലിയാവിന്റെ ജീവിതയാത്രയിൽ ഏലിയാവ് അങ്ങനെ തന്നെ നിൽപ്പാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഒരിക്കൽ യാഹാബും ഇസ്രായേലും പറഞ്ഞു, നിന്നെ ഞാൻ അവരിൽ ഒരുത്തനെ പോലെ ആക്കുമെന്ന് പറഞ്ഞു. ഏലിയാവ് അത് കേട്ട് ഭാരപ്പെട്ടു പോയില്ല, തളർന്നു പോയില്ല. അവൻ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു, സത്യമാണ്. പക്ഷേ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നെങ്കിലും ഏലിയാവ് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി അധികമായി ശുഷ്കാന്തിച്ചിരിക്കുന്നു. 2023 ദൈവദാസന്മാരെ ദൈവമക്കളെ, നമ്മുടെ പ്രയത്നങ്ങൾ എത്രത്തോളം കർത്താവിൽ വിലമതിക്കുന്നതാണ്. നാം എത്രത്തോളം കർത്താവിന്റെ ഉറച്ചു നിന്നിട്ടുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ, പരസ്യ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ എത്രത്തോളം നാം കർത്താവിനോട് വിശ്വസ്തത പാലിച്ച് ഉറച്ചു നിന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ പ്രതിശോധന വരുമ്പോൾ, പരിശോധന, പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യം ഏറ്റുമുട്ടുമ്പോൾ എത്ര പേർ വിശ്വാസത്തിനായി ഉറച്ചു നിന്നിട്ടുണ്ട്. അവരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഏലിയാവിന്റെ ദൈവം എന്ന് പറഞ്ഞ് യാക്കോബ് ഏലിയാവിനെ ഉയർത്തി കാണിക്കുവാനിടയായി തീർന്നത്. കാരണം ആഹാബിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ, ഇസ്രായേലിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ, മറ്റ് വെല്ലുവിളിക്ക് മുമ്പിൽ ഏലിയാവ് അധരപ്പെട്ടു പോയില്ല, ഏലിയാവ് ക്ഷീണിച്ചു പോയില്ല. നമ്മുടെ വായിക്കുന്നല്ലോ, ഏലിയാവ് നമ്മെ പോലെ സമ സ്വഭാവമുള്ള മനുഷ്യൻ, നമ്മെ പോലെ ഒരുവനായിരുന്നു ഏലിയാവ്. ഒരു വ്യത്യാസവും ഇല്ല, നമ്മെ പോലെ ഒരുവൻ തന്നെയായിരുന്നു ഏലിയാവ്. പിന്നെ ഏലിയാവിന് എന്താ എത്ര പ്രത്യേകത വരാൻ കാര്യം? അത് ഏലിയാവിന്റെ വിശ്വാസ ജീവിതമാണ്. ഏലിയാവിന്റെ ദൈവത്തിനായുള്ള പ്രാഗൽഭ്യം, ദൈവത്തിന് വേണ്ടി നിൽപ്പാനുള്ള ധൈര്യം, അതാണ് ഏലിയാവിനെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവനാക്കി തീർത്തത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ ഉറച്ചു നിൽപ്പാൻ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, 850 പ്രവാചകന്മാരെ ഒരു നിഷ്കരണം വാളുകൊണ്ട് വെട്ടി അങ്ങോട്ട് മറിച്ചിട്ടു. 800 കാങ്കയ, ആഹാബൊക്കെ അറിയ, ആഹാരാജാവ് കാങ്കയ, സിബേല് കാങ്കയ, ആയിരക്കണക്കിന് പുരുഷാരം കാങ്കയ, ഗിദ്യോൻ തോട്ടി 850 പേരെ. എന്താ കാരണം? ദൈവത്തിന് ഉറച്ചു നിൽക്കുവാൻ. കാരണം ദൈവത്തിന് വിരോധമായി ഒരു കൂട്ടം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, ഇല്ല, ഇവിടെ ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കുവാൻ, ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് സ്ഥാപിക്കുവാൻ, കർമ്മേൽ പർവ്വത്തിലുണ്ടായ യാഗം, അതിനുശേഷമുണ്ടായ 850 പേരെ മാറ്റിയ സംഭവം. ദൈവത്തിന് സ്തോത്രം.
പിന്നെ ഏലിയാവിന്റെയും ആഹാബിന്റെയും ഇസബേലിന്റെ വെല്ലുവിളിക്ക് നടുവിൽ ദൈവത്തിന് സ്തോത്രം. അടുത്തത് പ്രാർത്ഥനയ്ക്ക് നടുവിൽ, അതായത് തന്റെ മുഴങ്കാലുകളിലോട്ട് തല അങ്ങോട്ട് കടത്തിയിട്ടുള്ള പ്രാർത്ഥന. ആരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും? അങ്ങനെ നമ്മളെ കൊണ്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമോ? പറ്റത്തില്ല. കാരണം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ അങ്ങനെ ദൈവത്തെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് കാര്യം. ദൈവത്തിന് വേണ്ടി ഏത് ത്യാഗവും ചെയ്യാൻ ഏലിയാവ് തന്നെ പ്രതിഷ്ഠിച്ചു എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കർമ്മേൽ പർവ്വതത്തിലുണ്ടായ യാഗം, അതിനുശേഷം ഗിദ്രോൻ തോട്ടിക്കൽ കൊണ്ടുപോയി 850 ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നുമുടിച്ച സംഭവം. പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 2 കാല് മുഴങ്കാല് മടക്കി വെച്ചിട്ട് തന്റെ തല ആ മുഴങ്കാലിടയിലിട്ടുള്ള പ്രാർത്ഥന. അടുത്തത് ആഹാബിന്റെ ഇസബേലിനും വെല്ലുവിളിക്ക് നടുവിൽ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത സംഭവം. മറ്റൊരിക്കൽ ആഹാബിന്റെ മുമ്പിൽ ഇസ്രായേലിനെ കഷ്ടപ്പെടാൻ നീയാണെന്ന് ആഹാബ് പറഞ്ഞപ്പോൾ ആഹാബ് രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അത് ഞാനല്ലേ ആഹാബേ, നീ തന്നെയാ. രാജാവിന്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ പറയുവാൻ തക്കവണ്ണം ഇടയാ സാധ്യമാക്കി തീർത്തത്. മൂന്നാമത് ഇസബേലിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ, അതായത് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ ശ്രമിച്ചപ്പോൾ ആഹാബിനുള്ള പ്രവചനം, ഇസബേലിനുള്ള പ്രവചനം ആര് പറയുന്നു? രാജാവിനെ നോക്കി ഇവിടെ ഒരു MLA കാണാൻ പേടിച്ചു പോകും, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടാൽ മതി അന്നേരം പേടിച്ചു പോകും. എന്നാൽ പേടിച്ചു പോകാതെ ആഹാബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നാബോത്തിനെ നീ കൊല്ലാൻ കൂട്ടുന്നത് കൊണ്ട് നിനക്കിന്നതുപോലെ സംഭവിക്കും. ഇസബേലിനെതിരെ പ്രവചിച്ചു, നിനക്കിന്നത് സംഭവിക്കും. ഇങ്ങനെ കർത്താവിന് വേണ്ടി ഉറച്ചു നിന്ന, ദൈവരാജ്യത്തിന് ഉറച്ചു നിന്ന, ദൈവനാമ മഹത്വം ഉറച്ചു നിന്ന ഒരു ദൈവദാസനാണ് ഏലിയാവ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യാക്കോബ് ലേഖനം എഴുതുമ്പോൾ ഏലിയാവും നമ്മെ പോലെ ഒരു മനുഷ്യനായിരുന്നു. ആ ഏലിയാവിനെ ദൈവം വിയോഗിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ, പുതിയ നിയമത്തിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ആരാധന എങ്ങനെയാ? നമ്മുടെ ആരാധന എവിടം വരെയാ? നമ്മുടെ ആരാധന ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഉണ്ടോ? ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ വെളിപ്പെടുന്നുണ്ടോ? രോഗശാന്തി വെളിപ്പെടുന്നുണ്ടോ? ഭൂതങ്ങൾ വിട്ടുപോകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയുടെ ശുശ്രൂഷക്കാരാണോ അതോ ആത്മാവിന്റെ ശുശ്രൂഷക്കാരാണോ? അഭിഷേകത്തിന്റെ ആരാധനയുണ്ടോ? അഭിഷേകത്തിന്റെ ശക്തി ആരാധനയിൽ വെളിപ്പെട്ട് വരുന്നുണ്ടോ? ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നുണ്ടോ? ജീവിതങ്ങൾ രക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇതൊക്കെ സംഭവിക്കുന്നെങ്കിൽ അതിനാണ് പുതിയ നിയമ ആരാധന എന്ന് പറയുവാനിടയായിത്തീരുന്നത്. ഒരു പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവദാസന് അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ശുശ്രൂഷ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയിൽ അംഗസംഖ്യ പെരുകി 3000, 5000, 10000 ലക്ഷങ്ങളായി പെരുകി വന്നു. ഇന്ന് ഈ നൂറ്റാണ്ടായപ്പോൾ രക്ഷിക്കപ്പെടുന്ന ആളുകളുടെ സംഖ്യ കുറഞ്ഞുപോയി. കാരണം അത്ഭുതങ്ങളില്ല, അടയാളങ്ങളില്ല, വീര്യപ്രവർത്തികളില്ല. എല്ലാവരും ബുദ്ധിയുടെ ശുശ്രൂഷക്കാരായി മാറുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ആത്മാവിലും പ്രസംഗിക്കും ബുദ്ധിയിലും പ്രസംഗിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറപ്പിക്കട്ടെ, നാം ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരാ. നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ശുശ്രൂഷ ചെയ്യുന്നവരാ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി ഓട്ടക്കളത്തിൽ ഓടുന്നവരാ നാം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ വിശ്വാസത്തിന് വേണ്ടി ഓടിയിരിക്കുന്നു, എനിക്കായ ഒരു കിരീടം നീ ഒരുക്കി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, യേശുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് നമ്മെയും ആ കിരീടദാനത്തിലേക്ക് നമ്മെ വെൽക്കം ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. ആ കിരീടദാനിലേക്ക് നമ്മെ അവനെ വെൽക്കം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ പൗലോസ് പറയാണ്, എനിക്ക് മാത്രമല്ല ആ നീതിയുടെ കിരീടം. കർത്താവിന് വേണ്ടി ഓടിയത് എത്ര പേരുണ്ട്? കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചു എത്ര പേരുണ്ട്? കർത്താവിന് വേണ്ടി വീറോടെ പൊരുതി എത്ര പേരുണ്ട്? അവർക്കൊക്കെ ദൈവം വെച്ച നീതിയുടെ കിരീടം അത് നിങ്ങൾക്ക് ലഭിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഏലിയാവിന്റെ ദൈവം എന്ന് പറഞ്ഞ് ഏലിയാവിനെ ഉയർത്തി കാണിക്കുവാനിടയായി തീർന്നത്. രണ്ടാമത് സമസ്വഭാവം, നമ്മെപ്പോലുള്ള സ്വഭാവം. നമുക്ക് പലപ്പോഴും ഭയമാണ്, പേടിയാണ്. കാരണം നമ്മുടെ അകത്ത്
അഭിഷേകം ഉണ്ടെങ്കിലും അതിനെ നമുക്ക് ജ്വലിപ്പിക്കാൻ കഴിയുന്നില്ല. പത്രോസിന്റെ വിടുതലിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പത്രോസ് വിടുവിക്കപ്പെട്ട് പ്രാർത്ഥനാ സ്ഥലത്ത് വന്നപ്പം അവരെല്ലാം എന്താ പറഞ്ഞ്? ഭൂതം വരുന്നതാ പറഞ്ഞേ. അപ്പം നമ്മുടെയൊക്കെ വിശ്വാസം അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ പ്രാർത്ഥിക്കും, പക്ഷേ പ്രാർത്ഥിക്കുമെങ്കിലും മനസ്സെവിടെയാ? പണ്ട് ഒരു വീട്ടിലെ 3 പെൺപിള്ളാരാ, മക്കളാ. അപ്പൻ ഗൾഫിലാ, അമ്മയും വല്യപ്പനും വല്യമ്മയും ഉണ്ട്. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കും. മഞ്ഞപ്പത്തെ രോഗമാ. പ്രാർത്ഥിച്ചു. എല്ലാവരും നമുക്ക് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി, ദൈവമക്കളെ വിളിച്ചു വരുത്തി. നടന്ന സംഭവം കേട്ടോ. വിളിച്ചു വരുത്തി പ്രാർത്ഥന കൊണ്ട് തുടങ്ങി. രാവിലെ 11 മണിക്ക് പ്രാർത്ഥന തുടങ്ങി. 2 മണിയായപ്പം പറഞ്ഞു, അല്ലെ പ്രാർത്ഥന മതി, നമുക്ക് ആശുപത്രി പോയേക്കാം. അപ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന മതി, ആശുപത്രി പോയേക്കാം. അപ്പം രാവിലെ 11 മണി വരെ പ്രാർത്ഥനയ്ക്ക് എന്തിനാ പിന്നെ? രാവിലെ 11 മണിക്ക് മുമ്പ് ആശുപത്രി പോയാൽ പോരായിരുന്നോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശ്വാസം. ഞാൻ പറഞ്ഞത് സംഭവിച്ച കാര്യമാ. ഇതുപോലെയാണ് നമ്മിൽ പലരും. ദൈവത്തിന് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും നമ്മിൽ പലർക്കും വിശ്വാസം ഇല്ലാതെ വരികയാണ്. ഇതിന് ഈ ടീമിലൂടെ അടക്കുന്ന ജോസഫ് കുട്ടി പാസ്റ്റർക്ക് അറിയാം. എന്നെ ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരി വർക്ക് ചെയ്ത, ഒരുമിച്ച് ഒത്തിരി വർക്ക് ചെയ്താണ്. സന്നിമത്തായ പാസ്റ്റർ കുറച്ചു നാൾ കൊണ്ട് അറിയാം. ദൈവത്തിന് മറ്റുള്ളവർക്കാർക്കും എന്നെ അങ്ങനെ ആർക്കും അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കർത്താവ് വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുവാൻ ഏലിയാവ് തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ ആ തീരുമാനത്തിനെ മാറ്റുവാൻ ആർക്കും കഴിഞ്ഞില്ല. നമ്മെ പോലെയുള്ള ഒരു മനുഷ്യൻ ഏലിയാവ്, നമ്മെ പോലെ തന്നെ ഉള്ളവനാ. പക്ഷെ ഏലിയാവിന്റെ ധൈര്യമാണ്, ഏലിയാവിന്റെ വിശ്വാസമാണ്, ഏലിയാവിന്റെ പ്രവൃത്തിയാണ്, ഏലിയാവിന്റെ പ്രാഗൽഭ്യമാണ്, ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്, ഏലിയാവിന്റെ പ്രത്യാശയാണ് ഏലിയാവിനെ ഉറപ്പിച്ചു നിർത്തുവാൻ സാധ്യമായതെങ്കിൽ. എന്റെ ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നാമം ഒരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. 2023 കഴിഞ്ഞു പോവുകയാ. 2024 കലുഷിതമാണ്. ശാന്തമായി ജീവിക്കാന്ന് ആരും വ്യാമോഹിക്കരുത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ശാന്തമായി സഞ്ചരിക്കാൻ ആരും വ്യാമോഹിക്കരുത്. കലുഷിതമാണ് ലോകം. പ്രശ്നം നിബിഡമാണ്. അതിലൊക്കെ നടുവിൽ വിശ്വാസം തെളിയിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ വീരന്മാരായി, പ്രാർത്ഥനാ പോരാളികളായി, അഭിഷേകത്തിന്റെ ശക്തിയോടെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരായിട്ട്, പുതിയ നിയമത്തിന്റെ ആരാധന വെളിപ്പെടുത്തുന്നവരായിട്ട് തീരുവാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഇന്ന് രാത്രി കൈമാറുകയാണ്. ഹല്ലേലൂയ. നമ്മള് 100 പേരോട് സുവിശേഷം പറയുമ്പോൾ അതിലൊരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ ആ രോഗി എഴുന്നേറ്റ് പറയും, യേശുവിനെ സൗഖ്യമാക്കിയെന്ന്. കർത്താവിന് സ്തോത്രം. സുന്ദരമെന്ന ദൈവാലയ ഗോപുരം നടന്ന അത്ഭുതം അതാ. അവൻ പള്ളിക്കകത്തേക്ക് ചാടിക്കയറിയത്. അതുവരെ പള്ളിക്കകം നൃത്തം കണ്ടിട്ടില്ല, അതുവരെ പള്ളിക്കകം ആരാധന കണ്ടിട്ടില്ല. പക്ഷേ അവൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പള്ളിക്കകത്തേക്ക് ചാടിക്കയറി ആത്മാവിൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. പള്ളിക്കകം വന്ന ആരാധന കണ്ടു, അഭിഷേകത്തിന്റെ ശക്തി കണ്ടു, ആരാധന വെളിപ്പെട്ടത് കണ്ടു, രോഗശാന്തി പ്രാപിച്ചത് കൊണ്ട്. അതുകൊണ്ടാണ് പിന്നെ 5000 10,000 സഭ വളരുവാനിടയായി തീർന്നത്. അപ്പോൾ എവിടെ അത്ഭുതമുണ്ട്, എവിടെ വീര്യപ്രവൃത്തി ഉണ്ട്, അവിടെ അത്ഭുതം നടക്കുവാനിടയായി തരും. ഞാൻ എന്റെ സാക്ഷ്യം പലപ്പോഴും പറഞ്ഞതാണല്ലോ. ഇന്ന് 59 വർഷമായി ഒരു പാരാസറിന്റെ ഗുളിക പോലും തിന്നിട്ട് എന്റെ മരുന്നെന്ന് പറയുന്നത് പച്ചവെള്ളം പ്രാർത്ഥിച്ചു കുടിക്കുക, വെളിച്ചെടുത്ത് പ്രാർത്ഥിച്ച് തീർക്കുക, അതേയുള്ള എന്റെ മരുന്ന്. ദൈവത്തിന് സ്തോത്രം. ദീർഘമായി ഇത്രയും വർഷമായിട്ടും എന്റെ കർത്താവ് എന്നെ അത്ഭുതമായി നടത്തുന്നുവെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങളോടും പ്രസ്താവിക്കുകയാണ്. യേശു സൗഖ്യദായകനാണ്, യേശു വിടുതലിന്റെ ദൈവമാ, യേശു രക്ഷകനായ കർത്താവാ, യേശു അനുഗ്രഹിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ആ കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിത്യരക്ഷയുണ്ട്, നിത്യജീവനുണ്ട്, നിത്യത അവൻ നമുക്കായി ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരായി നാം ജീവിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് നിത്യതയിലെ ജീവിതമാണ്, വലിയ നിത്യതയിലെ വാസമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏലിയാവ് നമ്മെ പോലെ സ്വഭാവമുള്ളവനാണെങ്കിലും നമ്മെ പോലെ ഒരുവനാണെങ്കിലും ഏലിയാവിനെ ശ്രേഷ്ഠമാക്കി തീർത്തത് ഏലിയാവിന്റെ വിശ്വാസം, ഏലിയാവിന്റെ പ്രാർത്ഥന, ഏലിയാവിന്റെ ധൈര്യം, ഏലിയാവിന്റെ ശുശ്രൂഷ, ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ആ ഏലിയാവിനെ മുൻനിർത്തി ഇന്ന് രാത്രി ഞാനും നിങ്ങളോട് ദൂത് വിളമ്പുകയാണ്. ഏലിയാവിന്റെ ദൈവം ശ്രേഷ്ഠനായ ദൈവം. ഹല്ലേലൂയ. ഏലിയാവിനെ പോലെ പുതിയ നിയമ ശുശ്രൂഷകരായി തീരുവാൻ കർത്താവ് നമ്മയും അധികമായി സഹായിക്കുമാറാകട്ടെ. ഇനിയും അടുത്തത് ദൈവത്തിന് സ്തോത്രം. ആദ്യം അവൻ പറഞ്ഞിങ്ങനെയാണ്, ഇനിയും ഞാൻ പറഞ്ഞല്ലാതെ. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ.
ഇനിയും ഞാൻ പറഞ്ഞല്ലാതെ. ആ വാക്കിനകത്തൊരു അധികാരമില്ലേ? ഇല്ലേ? ഇല്ലേ ദൈവദാസന്മാരെ? ആ വാക്കിനകത്തൊരു പവർ ഇല്ലേ? 100% ഫുൾ പവറോടെ പറഞ്ഞത്. ഇനിയും ഞാൻ പറഞ്ഞല്ലാതെ. ആ വാക്കിനകത്തൊരു പവറുണ്ട്, ആ വാക്കിനകത്തൊരു അഭിഷേകമുണ്ട്, ആ വാക്കിനകത്തൊരു ആത്മ നിറവുണ്ട്, ആ വാക്കിനകത്തൊരു ആത്മീയ ഒഴുക്കുണ്ട്. ആമേൻ. ഏലിയാവ് ഞാൻ വിശ്വസിക്കുന്നു, ഏലിയാവ് ആ വാക്ക് പറഞ്ഞ ഇനിയും ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞുമഴ ഉണ്ടാകയില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോട് നേരത്തെ മുൻകൂട്ടി ചോദിച്ചിട്ടല്ലത് പറഞ്ഞത്. പക്ഷെ അവിടെ ദൈവത്തിന് സ്വർഗം അവിടെ ചലിക്കുവാനിടയായി തീരുകയാണ്. ഏലിയാവിന്റെ വാക്കിന്റെ മുമ്പിൽ 3.5 വർഷം മഴ പെയ്തൊരു ദേശത്ത് 3.5 വർഷം മഞ്ഞുമഴ ഉണ്ടായില്ല. ദൈവദാസന്മാരെ, ശ്രദ്ധിക്കുന്നുണ്ടോ ഇത്? ഏലിയാവിന്റെ പവർ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പവർ. അതുകൊണ്ടാ പൗലൂസ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ. അതായത് ഒരഭിഷേകത്തിന്റെ ശുശ്രൂഷ ഏലിയാവ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരുന്നു. ആ ഏലിയാവ് പ്രാപിച്ച, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ, ആ ശുശ്രൂഷയുടെ പ്രാഗൽഭ്യത്താൽ ഏലിയാവ് വിളിച്ചു പറഞ്ഞു, ഇനിയും ഞാൻ പറഞ്ഞല്ലാതെ. സ്വതം ഹല്ലേലൂയ. ഓ ശബ്ദ ജനബബട ഹംദടി ബറബട ഹദ ഉദബല ഹംദടി ബറബട ഹദ പ്രവചന ബബട ഹദ ശബ്ദ ജനബബട ഹംദടി ബറബട ഹദ പ്രവചന ബബട ഹദ. ഇനിയും ഞാൻ പറഞ്ഞല്ലാതെ. ആ വാക്കിന്റെ നടുവിൽ ഒരു അഭിഷേകമുണ്ട്. ആ വാക്കിന്റെ നടുവിൽ ദൈവവചനത്തിന്റെ ശക്തിയാ വെളിപ്പെടുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക വെളിപ്പെടുന്നത്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്, അഭിഷേകത്തിന്റെ ശക്തിയാ വെളിപ്പെടുന്നത്, ദൈവവചനത്തിന്റെ പ്രാഗൽഭ്യം വെളിപ്പെടുന്നത്. ആ പ്രാഗൽഭ്യത പറഞ്ഞു, ഇനിയും ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞുമഴ ഉണ്ടാകയില്ലെന്ന്. ആമേൻ. സർവശക്തനായ ദൈവം ഏലിയാവിന്റെ ഒരൊറ്റ വാക്കിന് മുമ്പിൽ 3.5 വർഷം കാത്തു നിന്നു. ആമേൻ. ഓ ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു. എനിക്കിവിടെ കിടന്ന് തുള്ളിച്ചാടുവാനുള്ള മനസ്സുണ്ട്. കാരണം ഏലിയാവിന്റെ പവർ, പുതിയ നിയമ ശുശ്രൂഷകന്മാരെ, നമ്മുടെ അകത്ത് ഈ പവർ വേണം, ഈ അധികാരം വേണം നമുക്ക്. അതുകൊണ്ടാ യേശു പറഞ്ഞില്ലേ, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, എന്റെ നാമത്തിൽ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അപ്പോൾ അവിടെ പറയുന്ന നാമം എന്തുവാ? എന്റെ നാമം. എന്റെ നാമം. ഏത് നാമം? യേശു ക്രിസ്തുവിന്റെ നാമം. വിശ്വസിക്കുന്നവരാൽ. അപ്പോൾ ആദ്യം നമ്മിൽ ആ വിശ്വാസം വരേണ്ടത്. നാം യേശു ക്രിസ്തുവിന്റെ പടയാളികളാ. നമ്മുടെ അകത്ത് വരേണ്ടത് ആദ്യം യേശു ക്രിസ്തു ആരാണ്, യേശു ആരാണ്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ 3 പദങ്ങളാ. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, കർത്താവ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പദം നമ്മൾ പറയുമ്പോൾ ഈ 3 അഭിഷേകം നമ്മുടെ അകത്ത് വരണം. കർത്താവ് ഉടമസ്ഥൻ, ഉടയവൻ, ക്രിസ്തു അഭിഷിക്തൻ, യേശു രക്ഷിതാവ്. ഈ 3 അർത്ഥങ്ങളും നമ്മുടെ അന്തരംഗത്തിനകത്ത് പതഞ്ഞു പോകുകയാണ്. ഈ പതഞ്ഞു പോകുന്ന ഈ അഭിഷേകം, ആ അഭിഷേകത്തിന്റെ ശക്തിയോടെ ഏലിയാ പറഞ്ഞത്, ഇനിയും ഞാൻ പറഞ്ഞല്ലാതെ. കർത്താവിന് സ്തോത്രം. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? ഹല്ലേലൂയ. അത് തന്നെയാ യേശു പറഞ്ഞത്, എന്റെ നാമത്തിൽ ഭൂതങ്ങളെ. അപ്പോൾ വിയോഗിക്കുന്ന ആ പദത്തിന്റെ പ്രാഗൽഭ്യം മനസ്സിലാക്കേണ്ടത്. അയ്യോ എന്റെ നാമത്തിൽ എന്നല്ല പറഞ്ഞത്, എന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ. അപ്പോൾ ആ നാമത്തിന്റെ ശക്തി ഞാൻ അല്ല ഇവിടെ വെളിപ്പെടുന്നത്. പിന്നെയോ യേശു ക്രിസ്തുവിന്റെ അഭിഷേകത്തിന്റെ ശക്തി, ദൈവ വചനത്തിന്റെ ശക്തി, ആ വചനത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരുന്നത്. ആ ശക്തിയുടെ കാര്യമാണ് ഇവിടെയും പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലാതെ. ഏലിയാവിന്റെ ഒറ്റ പ്രാർത്ഥന ഒത്തിരി പ്രാർത്ഥിച്ചില്ല, ഒരൊറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. ഒരൊറ്റ പ്രാർത്ഥനയിൽ ഈ ശക്തി മുഴുവൻ വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിനാണ് അഭിഷേകം എന്ന് പറയുവാനിടയായിത്തീരുന്നത്. അതിനാണ് ദൈവ വചനത്തിന്റെ സാന്നിധ്യം എന്ന് പറയുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. മോശ ചോദിച്ചു, ഈ ജനത്തെ നടത്താൻ എന്റെ കൂടെ ആരാ അയക്കുന്നത്? നീ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ നിനക്ക് എന്നോട് പ്രിയമുണ്ടെന്ന് എനിക്കറിയാം.
അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, ദൈവത്തിന് സ്തോത്രം, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അത് തന്നെയാണ് കർത്താവും പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അത് ദൈവം നൽകിയ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം അല്ലേ നമുക്ക് തന്നിരിക്കുന്നേ, ഈ വാഗ്ദത്തം അല്ലേ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നേ. ഈ വാഗ്ദത്തം നമ്മിലുള്ളിടത്തോളം കാലം, ഈ അഭിഷേകം നമ്മിലുള്ളിടത്തോളം കാലം, ഈ വചനത്തിന്റെ ശക്തി നമ്മിലുള്ളിടത്തോളം കാലം നമുക്കും ഇതുപോലെ വീര്യപ്രവൃത്തി ചെയ്യുവാൻ കഴിയും. അതുകൊണ്ടാണ് ഏലിയ പറഞ്ഞത്, ഏലിയാവിന്റെ ഒരൊറ്റ പ്രാർത്ഥനയിൽ 3.5 വർഷം മഴ പെയ്തില്ല. വീണ്ടും മഴയ്ക്കായി പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ രണ്ട് മുഴങ്കാലം മടക്കി വെച്ചിട്ട് അതിനിൽ തല കൊണ്ട് കടത്തിയിട്ട് 7 വട്ടം പ്രാർത്ഥിക്കുവാൻ സാധ്യമായി തീർന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു എഴുന്നേറ്റ് പോയില്ല, 6 പ്രാവശ്യം പ്രാർത്ഥിച്ചു, നിരാശപ്പെട്ടു പോയില്ല. ഇന്ന് പലരും അങ്ങനെയാ, കുറെ പ്രാർത്ഥിച്ചു കിട്ടിയില്ല, പെട്ടെന്ന് നിരാശപ്പെടും, പെട്ടെന്ന് മുഖമെല്ലാം മ്ലാനമാകും, നിരാശപ്പെടും. ഓ, ഇനിയും പ്രാർത്ഥിക്കണം, ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞ് അനേകരും പ്രാർത്ഥനാ രംഗം വിട്ടുപോകും. പക്ഷേ ഏലിയാവിനറിയാം, എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് 7ാമത്തെ വട്ടം പ്രാർത്ഥിക്കാൻ തയ്യാറായി. 7ാമത്തെ വട്ടം പ്രാർത്ഥിച്ചു. ദൈവത്തിന് എലീശയുടെ നോക്കാൻ പറഞ്ഞ എലീശ പറഞ്ഞു, ഒരു മനുഷ്യന്റെ കൈ പോലൊരു മേഘം ഉയർന്നു വരുന്നുണ്ട്. ദൈവദാസന്മാരെ, ചെറിയ കാര്യത്തിൽ നിന്ന് ദൈവം വലിയ വെച്ച് തീർക്കുകയാണ്. എലീശ പറഞ്ഞത്, ഒരു കൈ പോലൊരു മേഘം പൊങ്ങി വരുന്നുണ്ട്. കൈ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ എത്രയേ ഉള്ളൂ. ഇതുപോലെ ചെറിയ മേഘം പൊങ്ങി വന്നാൽ എന്നാ മഴ പെയ്യാനാ, എന്തോ മഴ പെയ്യാനാ. പക്ഷേ പെയ്ത മഴയോ 3.5 വർഷങ്ങൾക്ക് ശേഷം പെയ്ത മഴയാ. ഒരൊറ്റ മഴയുടെ പെയ്ത്തിനാൽ ഭൂമി തണുക്കുവാനിടയായി, ഭൂമിയിൽ ധാന്യം വിളയുവാനിടയായി. അവിടെ എഴുതിക്കുന്നതിനാണ്, ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കർത്താവിന് സ്തോത്രം, ഇവിടെ മഴ പെയ്തത് ആകാശത്തിൽ നിന്ന്. മഴ പെയ്യണമെങ്കിൽ ഭൂമി അല്ല സമുദ്രത്തിൽ നീരാവി പൊങ്ങണം, നീരാവി ഉയരത്തിലേക്ക് പൊങ്ങണം. നീരാവി ഉയരത്തിലേക്ക് പൊങ്ങിയിട്ട് താഴോട്ട് മഴത്തുള്ളികളായി താഴോട്ട് വീഴണം, എങ്കിലേ മഴയാകുള്ളൂ. പക്ഷെ ഇവിടെ ഏലിയാവ് പറഞ്ഞപ്പോൾ ഇവിടെ ഇതൊന്നും സംഭവിച്ചാൽ കാണുന്നില്ല. പക്ഷേ അന്ന് വരെ 3.5 വർഷത്തിന് ശേഷം ശക്തിയോടെ മഴ പെയ്യുവാനിടയായി തീർന്നു. ആകാശത്ത് നിന്ന് മഴ പെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പുതിയ സഭയിലെ വിശ്വാസികളെ, ശുശ്രൂഷകന്മാരെ, ഈ ട്രിനിറ്റി മിനിസ്ട്രിയിലുള്ളായിരിക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ ഓർപ്പിക്കട്ടെ, ആകാശത്ത് നിന്ന് മഴ പെയ്തു. ഹല്ലേലൂയ. ഈ മഴ എന്തിനെ കാണിക്കുക? പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങിയ, ഭൂമിയിൽ പെയ്തിറങ്ങിയ ഒരു മഴയില്ലേ? പുതിയ നിയമ ശുശ്രൂഷകന്മാരെ, പെന്തക്കോസ്ത് നാളിൽ ഭൂമിയിലേക്ക് ഒരു മഴ പെയ്തിറങ്ങി. എവിടുന്നാ മഴ ഇറങ്ങി വന്നത്? ദൈവത്തിന്റെ ശിഷ്യന്മാർ ഉപവാസത്തിന്റെ 10ാം ദിവസമാണ്. 10ാം ദിവസവും കാത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ എന്ന പ്രാർത്ഥനയാണ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പ്രഭാത സമയം, ഇത് ആകാശത്ത് നിന്നൊരു മഴ അങ്ങോട്ട് ഇറങ്ങി വരിക. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അവരിരുന്ന ആ വീട്, അവരിരുന്ന ആ മുറി മുഴുവൻ അങ്ങ് നിറഞ്ഞു. പെട്ടെന്ന് കൊടികാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. പിന്നെ ദൈവത്തിന് സ്തോത്രം, അഗ്നിനാവോല പിളർക്കപ്പെട്ട നാവുകൾ അവരുടെ പ്രത്യക്ഷമായി. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഒരു വലിയ മുഴക്കം. എവിടുന്ന മുഴക്കം? ഭൂമിയുടെ അടിയിൽ നിന്നല്ലോ, ആകാശത്ത് ഒരു വലിയ മുഴക്കം താഴോട്ട് ഇറങ്ങി വന്നിട്ട് അവരിരുന്ന മുറി മുഴുവൻ അങ്ങ് നിറച്ചു. പിന്നെ രണ്ടാമത് അവരുടെ നാവുകൾ അത് പതിയുവാനിടയായി തീരുകയാണ്. അപ്പോഴാണ് അവർ അന്യഭാഷകൾ ആരാധിക്കാൻ തുടങ്ങിയത്. അന്ന് 3000 പേർ രക്ഷിക്കപ്പെടുവാൻ കാരണം ദൈവത്തിന് ആകാശത്ത് ഇറങ്ങി വന്ന മഴയാ. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന ഈ ആത്മമഴയാൽ, ഈ ആത്മസ്നാനത്താൽ 3000 പേർ രക്ഷിക്കപ്പെടുവാൻ സാധ്യമായി തീർന്നുവെങ്കിൽ ദൈവത്തിന് ഈ മഴയുടെ പെയ്ത്ത് ഏലിയാവിൽ കൂടെ ദൈവം അന്നങ്ങ് ചെയ്തെടുത്തു. അന്ന് ഈ മഴ പെയ്തപ്പോൾ ദൈവത്തിന് മനുഷ്യരെല്ലാം സന്തോഷിച്ചു, മൃഗങ്ങൾ സന്തോഷിച്ചു, ജീവജാലങ്ങൾ സന്തോഷിച്ചു, പക്ഷിമൃഗാദികൾ സന്തോഷിച്ചു, ഭൂമിയിൽ ധാന്യം വിളയുവാൻ തുടങ്ങി. ആകാശത്തിന് മഴ പെയ്തെങ്കിൽ പുതിയ നിയമ വേലയുടെ ശുശ്രൂഷ എന്ന പ്രിയപ്പെട്ടവരെ, ഈ മഴ ആകാശത്തുനിന്ന് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേ അന്ന് ഒരൊറ്റ മഴയാൽ 3000 പേരാ. ഹല്ലേലൂയ, ഓ ജീസസ്, ഹല്ലേലൂയ. 3000 പേരാ അന്നൊരൊറ്റ നിമിഷം കൊണ്ട് ആത്മാക്കളായി മാറിയത്, വീണ്ടും ജനിച്ചവരായി മാറിയത്, രക്ഷിക്കപ്പെട്ടവരായി മാറിയത്, ക്രിസ്തീയ സഭയിലെ അംഗങ്ങളായി മാറിയത്. ആമേൻ. അന്ന് പെയ്ത മഴയെ ഇന്നും പെയ്തുകൊണ്ടിരിക്കുകയാ.
അന്നും പെയ്ത മഴയുടെ ശക്തി ഇന്നും ഭൂമിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പുതിയ നിയമ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മഴയുടെ പെയ്ത്തിന് ദൈവമക്കൾ കാത്തിരിക്കേണ്ടത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭ, ദൈവ മക്കൾ, ദൈവജനം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഈ മഴയുടെ പെയ്ത്ത് ഓരോരുത്തരും ജീവിതത്തിൽ വെളിപ്പെട്ട് ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും ഓരോ സഭകളിലും ഓരോ ശുശ്രൂഷകന്മാരിലും ഈ അത്യന്ത ശക്തിയാൽ നിറയപ്പെട്ടിട്ട് ഭൂതലത്തിലേക്ക് നിറഞ്ഞുതിരിച്ച് യേശു പറഞ്ഞു, നിങ്ങൾ ഭൂതലത്തിലൊക്കെ ഞാൻ അയക്കുകയാണ്. എന്തിനാ അയക്കുന്നത്? പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരായി ഏലിയാവിന്റെ ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ, ഏലിയാവിന്റെ ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തി കാണിക്കുവാൻ. ഏലിയാവിന് വേണ്ടി ദൈവം അങ്ങനെ ചെയ്തുവെങ്കിൽ, ഏലിയാവ് ദൈവത്തിനായി ഉറച്ചു നിന്നുവെങ്കിൽ, നാമം പുതിയ നിയമത്തിൽ കാത്ത് ഉറച്ചു നിൽക്കുന്നവരായി തരുവാൻ, പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നവരായി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങോട്ട് വളഞ്ഞു പോകാതെ, ഇങ്ങോട്ട് വളഞ്ഞു പോകാതെ നേരെ നിന്നുകൊണ്ട് ആണ്ടിന്റെ ആരംഭം മുതൽ ആണ്ടിന്റെ അവസാനം വരെ നമുക്ക് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന തന്ന് നടത്തുന്ന സ്വർഗീയനായ ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ക്രിസ്തുവിന്റെ വെളിച്ചമായി, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ വെളിച്ചമായി ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോട്ടത്തിൽ ഈ ഉയരത്തിൽ നിറങ്ങി വന്ന, സ്വർഗത്തിൽ നിറങ്ങി വന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആവശ്യമാണ്, ശക്തി ആവശ്യമാണ്, അഭിഷേകം ആവശ്യമാണ്. ദൈവമക്കളെ, അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ ആകാശത്ത് നിന്ന് സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന മഴയാൽ ഭൂമി കുതിർക്കപ്പെട്ടില്ലേ? ഭൂമി അനുഗ്രഹിക്കപ്പെട്ടില്ലേ? സ്തോത്രം. ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? അതിന്റെ ഫലങ്ങളാണ് അന്ന് ഭൂമിയിൽ ആ ധാന്യങ്ങൾ വിളഞ്ഞു തുടങ്ങി. ഈ ഭൂമിയിലെ ധാന്യം ഏതാ? ഈ ധാന്യം? രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ, ഞാനും നിങ്ങളുമാ. ഏലിയാവിന്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കൊണ്ട് പുതിയ നിയമദൃഷ്ടിയിൽ ദൈവദാസന്മാരെ ഓർപ്പിക്കുകയാ. ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള, പ്രയർ മിനിസ്ട്രിയിലുള്ള എല്ലാവരും ഓർപ്പിക്കുകയാ. ആകാശം മഴ പെയ്തത് ഒരു അഭിഷേകത്തിന്റെ മഴ, ഒരു അനുഗ്രഹത്തിന്റെ മഴ, ഒരു വിടുതലിന്റെ മഴ, ഒരു കരുതലിന്റെ മഴ. ആമേൻ. ആകാശത്തിറങ്ങി ഭൂമിയിൽ പെയ്തിറങ്ങിയെങ്കിൽ ആ മഴയുടെ പെയ്ത്തിനാൽ ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ആ ധാന്യം ഞാനാണെന്ന് പറയുവാൻ. ഓ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഓ, ആ മഴയുടെ പെയ്ത്തിനാൽ ഞാനും രക്ഷിക്കപ്പെട്ടു, ഞാനും സ്നാനപ്പെട്ടു, ഞാനും അഭിഷേകം പ്രാപിച്ചു. ആ ധാന്യം ഞാനാണെന്ന് പറയുവാൻ. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ തയ്യാറാകും? എത്ര ദൈവദാസന്മാർ തയ്യാറാകും? അന്ന് വിളഞ്ഞ, അന്ന് കിളിർത്തു വന്ന ധാന്യം ഒന്നാണ് ഞാൻ. ആ ഞാന് കിളിർത്ത് വളർന്ന് എന്നിൽ ഫലങ്ങളുണ്ടായി, പൂക്കളുണ്ടായി. അനേക പൂക്കൾ അതിന്റെ സുഗന്ധം മണത്തു നോക്കട്ടെ. എന്നിൽ കായ്കനികൾ ഉണ്ടായി, അത് അനേക പ്രയോജനമായി തീരട്ടെ. ആമേൻ, ഹല്ലേലൂയ. യേശു അപ്പം എടുത്ത് നുറുക്കിയപ്പോൾ യേശുവിന്റെ 2 കൈക്കകത്തുമാട്ട ഈ അപ്പം കയറിയത്. ബാലകന്റെ പക്കൽ നിന്ന് വാങ്ങിച്ച അപ്പം 5 എണ്ണമേ ഉള്ളൂ, ഒത്തിരി ഒന്നുമില്ല, 5 എണ്ണമേ ഉള്ളൂ. അന്ത്രോസ് ബാലകന്റെ പക്കൽ നിന്ന് വാങ്ങിച്ച് കർത്താവിന്റെ കൊടുത്ത അന്ത്രോസിന് അറിയാം, കൊടുത്ത ബാലകൻ അറിയാം 5 എണ്ണം ഉള്ളെന്ന്, വാങ്ങിച്ച് അന്ത്രോസിനും അറിയാം 5 എണ്ണം ഉള്ളെന്ന്. പക്ഷേ അത് കർത്താവിന്റെ കൈ കിട്ടിയപ്പോഴോ കർത്താവ് 5 എണ്ണമായിട്ടല്ല വാങ്ങിച്ചേ. പക്ഷെ 5 അപ്പം കൈ വാങ്ങിച്ച് യേശു കൈവെള്ളക്കകത്തോട്ട്, ദൈവത്തിന് സ്തോത്രം, യേശു കൈവെള്ളക്കകത്തോട്ടെ ഈ അപ്പം ഇങ്ങനെ വെച്ചു. ഈ അപ്പം ഇങ്ങനെ വെച്ചിട്ട് യേശുവിനെ നുറുക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, 1 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ അപ്പം ഒന്ന് നുറുക്കാൻ തുടങ്ങിയപ്പോൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടാതെ 5000 പുരുഷന്മാർ തിന്നു. ഓ, ഹല്ലേലൂയ. 5000 പുരുഷന്മാർ. അപ്പൊ 5000 സ്ത്രീകൾ, 5000 കുഞ്ഞുങ്ങൾ, 15,000 പേർ തിന്നു. ശേഷിപ്പത്ര 12 കൊട്ട. യേശു പറഞ്ഞു, ഒറ്റ കണ്ണം കളയിലെന്നും എല്ലാം പെറുക്കിയെടുത്തോളാൻ പറഞ്ഞു. എന്താ കാര്യം എന്തുവാ? ഒറ്റ കണ്ണം എല്ലാം പെറുക്കിയെടുത്തോളാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കയ്യിലിരുന്ന് ഈ അപ്പം ഒന്ന് ഞെരുങ്ങി, ഒന്ന് ഒതുങ്ങിക്കൊടുത്തു. കേൾക്കുന്നുണ്ടോ ദൈവമക്കളെ? യേശുവിന്റെ കയ്യിലേക്ക് അപ്പം കയറിയപ്പോൾ ഈ അപ്പം ഒന്ന് ഒതുങ്ങിക്കൊടുത്തു, ഒന്ന് ഞെരുങ്ങിക്കൊടുത്തു. ദൈവദാസന്മാരെ, ശുശ്രൂഷയിൽ നാം യേശുവിനെ പ്രയോജനപ്പെടുത്തുവാൻ ഒന്ന് ഒതുങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് ഞെരുങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ യേശു എന്ത് ചെയ്യും? നുറുക്കാൻ തുടങ്ങും. ഇതിനെ അങ്ങോട്ട് നുറുക്കാൻ തുടങ്ങും. നുറുക്കിയാലോ 5 അപ്പം എത്ര കഷ്ണമായി? 12 വട്ടം മീതി എടുക്കത്തങ്ങ നിലയിൽ 15,000 പേര് വിശപ്പ് തീരെ ഭക്ഷിച്ചു.
12 വട്ടം മീതി എടുക്കത്തകളിൽ ഈ അപ്പകഷ്ണം വർദ്ധിച്ചില്ലേ? സ്തോത്രം, വർദ്ധിച്ചില്ലേ? പെന്തക്കോസ്ത് നാളിൽ ആകാശം ഇറങ്ങിയ മഴയുടെ പെയ്ത്തിനാൽ ഈ ഭൂമിയിൽ ധാന്യം വിളയാൻ തുടങ്ങിയെങ്കിൽ അന്ന് വിളഞ്ഞ ധാന്യത്തിൽ ഒന്നാണ് ഞാൻ. ആ ഞാന് പൂത്ത് ഫലം കായ്ച്ച് എന്നിലുണ്ടാകുന്ന പൂക്കൾ, എന്നിലുണ്ടാകുന്ന ഫലങ്ങൾ അനേകർ തിന്ന് അവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി കർത്താവിന് പ്രയോജനമുള്ളവരായി തീരട്ടെ. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു പുത്തൻ അഭിഷേകം നിറയപ്പെടുവാനിടയായി തീരട്ടെ. അതുകൊണ്ടാണ് ഏലിയാവിന്റെ ദൈവം എന്ന് പ്രത്യേകം പേരെടുത്ത് പറയുവാനിടയായി തീരുന്നത്. നാം പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഈ യേശുവിന്റെ കയ്യിലേക്ക് ഈ അപ്പം ഒന്ന് ചെല്ലുമ്പോൾ ഒന്ന് താഴ്ത്തി, ഒന്ന് ഒതുക്കി, ഒന്ന് ഒതുങ്ങി, ഒന്ന് പതുങ്ങി, ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ യേശു അപ്പം നുറുക്കാൻ തുടങ്ങും. എന്നെ ഒന്ന് നുറുക്കാൻ തുടങ്ങുമ്പോഴേ ഞാൻ മുഖാന്തരം എത്ര ആയിരം രക്ഷിക്കപ്പെടുന്നേ. ഈ അപ്പ കഷണം, ഞാനാകുന്ന അപ്പം, ഇതിനെ കഷണം യേശു നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിലെടുത്ത് വിളമ്പിക്കോളാൻ പറഞ്ഞു. പന്തിമന്തിയായിട്ട് ഇരുത്ത് വിളമ്പിക്കോളാൻ പറഞ്ഞു. നുറുക്കാൻ ആരെങ്കിലും യേശു അനുവദിച്ചില്ല, വിളമ്പി കൊടുക്കാനേ ഏൽപ്പിച്ചുള്ളൂ. ശിഷ്യന്മാർ പന്തിമന്തിയായിരുത്തി വിളമ്പിക്കൊടുത്തു. അപ്പോഴാ 15,000 പേർ തിന്നത്. 12 വട്ടം മീതി എടുത്തു. ഒറ്റ കളി എടുത്തോളാൻ പറഞ്ഞു, എല്ലാം പെറുക്കിയെടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാനൊന്ന് ഒതുങ്ങിക്കൊടുത്തത് കൊണ്ട്, ഞാനൊന്ന് പതുങ്ങിക്കൊടുത്തത് കൊണ്ട് എന്നെയൊന്ന് യേശു ഒന്ന് നുറുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മുഖാന്തരം അനേക രക്ഷിക്കപ്പെടുവാനിടയായി തീരുകയാണ്. ഈ അപ്പകഷണത്തിൽ നിന്ന് യേശു ക്രിസ്തുവാകുന്ന അപ്പം, യേശു പറഞ്ഞ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. യേശുവാകുന്ന ഈ അപ്പകഷണം തിന്ന് അനേകർ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ സാധ്യമായെങ്കിൽ ആമേൻ, ഹല്ലേലൂയ. ഏലിയാവിന്റെ ദൈവത്തിന്റെ ശ്രേഷ്ഠത. പുതിയ നിയമത്തിൽ ഏലിയാവിന്റെ ദൈവം, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ആകാശം നാം മഴ പെയ്തത്, ഭൂമിയിലാ ധാന്യം വിളഞ്ഞത്. ആ ദൈവമക്കളെ, എന്റെ സമയം തീരാറായതുകൊണ്ട് ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഈ ദൂത് കേട്ട പ്രിയപ്പെട്ടവരെ, നാം യേശുവിന്റെ കയ്യിൽ ഒതുങ്ങിക്കൊടുക്കണം. നാം പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാ, നാം പുതിയ നിയമത്തിന്റെ വക്താക്കളാ, നാം പുതിയ നിയമത്തിന്റെ പ്രയോജനമുള്ള സാക്ഷികളാ നിലനിൽക്കണം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും. നാം ഒന്ന് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അവിടെ ദൈവം ഇറങ്ങി വരും. അതുകൊണ്ട് ആ സങ്കീർത്തന പുസ്തകം വായിക്കുന്നത്, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. അതെ, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അപ്പോൾ യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കണം. നാം എന്ത് ചെയ്യണം? നാം ഒന്ന് ഒതുങ്ങിക്കൊടുക്കണം, നാം ഒന്ന് പതുങ്ങിക്കൊടുക്കണം. എന്തിനാ? യേശു നമ്മിലൊന്ന് പ്രവർത്തിക്കുവാൻ. നമ്മുടെ സ്വയം അങ്ങ് മാറുകയാ, നമ്മുടെ ഞാൻ എന്ന ഭാവം അവിടെ അങ്ങ് മാറുകയാ. നമ്മുടെ ഞാൻ എന്ന ഭാവം, സ്വയം എന്ന ഭാവം മാറിക്കഴിഞ്ഞിട്ട് നാം യേശുവിന്റെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങിക്കൊടുക്കുക. അപ്പോൾ യേശു എന്ത് ചെയ്യും? നമ്മെ ഉപയോഗിക്കുവാൻ തുടങ്ങും. കർത്താവിന് സ്തോത്രം. അങ്ങനെ യേശു നമ്മെ ഉപയോഗിക്കുകയും യേശു നമ്മെ സഹായിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ആ യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ സാക്ഷികളെ നിൽപ്പാൻ ദൈവം നമ്മെ ഇടയാക്കും. അങ്ങനെയുള്ളവരാണ് കർത്താവിന് പ്രയോജനം. അതുകൊണ്ടാണ് ഭക്തൻ ഇങ്ങനെ പാടിയത്, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക. ദൈവം ഒന്ന് പാടി ദൈവത്തെ ആരാധിച്ചത്. എന്നിലാണ് തീ കത്തേണ്ടത്. എന്നിലാ തീ കത്തി. ഏത് തീയാണ് എന്നിൽ കത്തേണ്ടത്? അഭിഷേകത്തിന്റെ തീയ്. ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ആകാശത്ത് തീ ഇറങ്ങി വന്നേ, ഭൂമിയിലെ തീയല്ല കൊണ്ടുവന്ന് ആകാശത്തിലെ തീ ഇറങ്ങി വന്നേ. പഴയ നിയമത്തിൽ ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ തീ ഇറങ്ങി വന്നെങ്കിൽ, പുതിയ നിയമ വിശ്വാസി നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങും. ആമേൻ. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങും. ഏതഗ്നി? പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങും. ആ പരിശുദ്ധാത്മ തീ ഇറങ്ങിയാൽ ആ തീയുടെ ബലം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ആ തീയുടെ ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ആ തീയുടെ പ്രകാശം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ആ തീയുടെ ബലം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, നാം ഭൂതലത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഹല്ലേലൂയ, ആ തീയുടെ ശക്തി അവിടെ പ്രകടമാകും. ആ തീയുടെ ബലം അവിടെ പ്രകടമാകും. ആ തീയുടെ ശക്തി അവിടെ പ്രകടമാകും. ആ തീയുടെ അഭിഷേകം അവിടെ പ്രകടമാകും. അങ്ങനെയാണ് അഭിഷേകത്തിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരുന്നത്. ആ ശുശ്രൂഷയിൽ അനേകർ വിടുവിക്കപ്പെടും, രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും, വിടുവിക്കപ്പെടും. അങ്ങനെ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയും അത് ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും വളർന്നു വരുവാൻ ഇടയായിത്തീരും. അപ്പോൾ കർത്താവ് പ്രതിഫലം കൊടുക്കുമ്പോൾ
ട്രിനിറ്റി പ്രയർ ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയിലുള്ള ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ പ്രയത്നത്താൽ അനേകം രക്ഷിക്കപ്പെട്ടെന്നാണ് ഒരു നല്ല പ്രതിഫലം. ആമേൻ. നേതൃത്വം കൊടുക്കുന്നവർക്കും സാമ്പത്തികം മുടക്കുന്നവർക്കും ഇന്ന് രാത്രി സ്തോത്രം ചെയ്തവർക്കും ഇന്ന് രാത്രി കൂട്ടായ്മയെ സംബന്ധിച്ചും എല്ലാം ഒരുപോലെ പ്രതിഫലം വീതിക്കുന്ന ഒരു നാൾ വരുന്നു. ഹല്ലേലൂയ. ആ നല്ല നാൾ, ആമേൻ, ആ നല്ല ദിവസം വേഗത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങുകയാണ്. ആമേൻ. ആ വേഗത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങുന്ന ആ നല്ല നാൾ ഏത് നാൾ? യേശു ക്രിസ്തുവിന്റെ വരവ്. ആമേൻ. യേശു ക്രിസ്തുവിന്റെ വരവ്. യേശു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. ഏലിയാവിന്റെ ദൈവം വിളിച്ചു പറയുകയാണ്, ഏലിയാവ് എന്റെ അഭിഷിക്തനായിരുന്നു. തിന്നോളം പറഞ്ഞു. കിടന്നുറങ്ങിയവനാ പറഞ്ഞു. കിടന്നുറങ്ങിയവനാ. ശുശ്രൂഷയിൽ ക്ഷീണം ഉണ്ടാകും, തളർച്ചയുണ്ടാകും. പക്ഷേ നീ ക്ഷീണിച്ച് കിടക്കാനുള്ളവനല്ല, നീ പോകാനുള്ളവൻ. അവൻ പോകാനുള്ളവൻ. നീ ധൈര്യപ്പെട, എഴുന്നേൽക്ക, ഭക്ഷിക്ക്. അപ്പവും കാനലിനെ എങ്ങനെയുള്ള അപ്പം വളർച്ചേ? സൂപ്പർ. കാനലിനെ ചുട്ടയാടാ. വേദവസ്ഥ പിന്നോടത്ത് അങ്ങനെ കാണുന്നില്ല. ഏലിയാവിനെ കാനലിനെ ചുട്ടയാടാ. തീപ്പുറത്ത് തീ പ്രശ്നത്തിൽ ചുട്ടയാടാ. വേറെ ആർക്കങ്ങനെ കിട്ടിയേ? വേദവസ്ഥയിൽ വേറെ ആർക്കെല്ലാം അങ്ങനെ കനലിനെ ചുട്ടയാടത്തായിട്ട് വായിക്കുന്നില്ല. ഒരു പ്രാവശ്യമാണ്, 2 പ്രാവശ്യം, 2 പ്രാവശ്യം കൊണ്ട് കൊടുത്തത്. കർത്താവ് സ്തോത്രം. 2 പ്രാവശ്യം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, Praise the Lord. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസന്റെ നെറ്റിന് എന്തോ കംപ്ലൈന്റ് വന്നു. ദൈവദാസനെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം സമയം ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. താൻ പ്രാർത്ഥിച്ചപ്പോൾ 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്യാതെ ദൈവം ആകാശത്തെ അടയ്ക്കുവാനിടയായി തോന്നും. ആമേൻ. അത് തൻ്റെ വിശ്വാസം, തൻ്റെ പ്രാർത്ഥന, തൻ്റെ ധൈര്യം, തൻ്റെ പ്രാഗൽഭ്യമാണെന്ന് ദൈവദാസനിൽ കൂടെ കേൾക്കുവാനിടയായി തീർന്നല്ലോ. ആ ഏലിയാവിനെ പോലെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ധൈര്യത്തിലും പ്രാഗൽഭ്യത്തിലും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നിറവോടെ ആത്മീക ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. കേൾക്കപ്പെട്ട ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ജോസഫ് ചാക്കോ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. തലവണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ പകലും രാത്രിയിലും അനുഗ്രഹീതമായ നിലയിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും മാത്രമല്ല ആരാധനയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും എല്ലാം കൃപ നൽകിയതിനായി സ്തോത്രം. വിശിഷ്യ അങ്ങയുടെ ദാസനിലൂടെ വിലയേറിയ വചനങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് നൽകി തന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഏലിയാവ് ഞങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെത്രേ. ആകാശത്തെ പ്രാർത്ഥനയിൽ അവൻ അടച്ചതിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. പ്രാർത്ഥനയിൽ തന്നെ
ആകാശത്തെ തുറന്ന് വലിയ നിലയിൽ മഴ പെയ്ത ധാന്യം വിളഞ്ഞതിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. അപ്പൊ ആ പ്രാർത്ഥനയുടെ ശക്തി, ഏലിയാവിന് അതിന്റെ പിന്നിലുള്ള പ്രാഗൽഭ്യം, തന്റെ മേലുള്ള അഭിഷേകം, അതിനെ കുറിച്ചൊക്കെ ആഴമായി ഈ രാത്രി ഞങ്ങളോട് സംസാരിച്ചല്ലപ്പ. പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയെ മടുത്തു പോകുന്നവരാണ്, ക്ഷീണിച്ചു പോകുന്നവരാണ്, പലപ്പോഴും ഞങ്ങൾ ശക്തി കുറഞ്ഞവരാണ്, പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ ഞങ്ങൾ ഭീരുക്കളാണ്. അപ്പച്ച, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ പുത്തൻ അഭിഷേകം ഞങ്ങളുടെ മേൽ തരണമേ. ഞങ്ങളുടെ മിനിസ്ട്രിക്ക് ഒരു പുത്തൻ അഭിഷേകം ദൈവം പകരണമേ. ഞങ്ങളുടെ നേതൃത്വത്തിലുള്ളവർക്ക് ഒരു പുത്തൻ അഭിഷേകം പകരണമേ. ഞങ്ങളുടെ മിനിസ്ട്രിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു പുത്തൻ അഭിഷേകം നൽകണമേ. പ്രാർത്ഥനയാൽ ചിലതിനെ പിടിച്ചെടുക്കുവാൻ, പ്രാർത്ഥനയാൽ ഈ ദിവസങ്ങളിൽ പുത്തനായ ഒരു അനുഭവത്തോടെ, ശക്തിയോടെ മുന്നേറുവാൻ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിക്കായി ഞങ്ങളെ ഒരുക്കേണ്ടതിന് ഇന്ന് രാത്രി അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ച അങ്ങയുടെ ആലോചനയുടെ ശബ്ദത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ പിന്നിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലാതെ ആ ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ശക്തരായി മുന്നേറുവാൻ ഏവർക്കും അവിടുന്ന് കൃപ ചെയ്താട്ടെ. ദാസനെ ഇനിയും ശക്തിയോടെ അവിടുന്ന് ഉപയോഗിക്കണം. അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കരങ്ങൾ എടുക്കണം. തന്റെ പ്രവർത്തന മേഖലകളും ശുശ്രൂഷകളും എല്ലാം അനുഗ്രഹമായി തീരട്ടെ. കുടുംബമായി കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം കൊണ്ട് ആദരിച്ചാട്ടെ. ഈ ശുശ്രൂഷകളെ ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഷണിമത്തായി പാസ്റ്ററെ ബലപ്പെടുത്തിയല്ലോ. ആരോഗ്യവും ബലവും വിടുതലും ദൈവകൃപയും ഈ ശുശ്രൂഷയ്ക്ക് മുൻപിൽ നിന്ന് നേതൃത്വം കൊടുക്കുവാൻ തന്നെ ദാസൻ ഇനിയും ശക്തീകരിച്ച് ഏറിയ വിടുതൽ നൽകി അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തി. ഷാജി പാസ്റ്ററിനായി, കുടുംബത്തിനായി സ്തോത്രം. കർത്താവെ, പിന്നെയും അവിടുന്ന് ശക്തീകരിച്ച് അവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയ്ക്കായി ദാസന്മാരെ ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. വിശിഷ്യ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പ്രസിഡന്റിനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. കർത്താവെ, വിദൂരതയിലായിരിക്കുന്നല്ലോ ദാസനെ കർത്താവ് മാനിച്ച് ഈ നാളുകളിൽ ആഗ്രഹിക്കുന്ന ഒരു വിശാലത 2023 അല്ല 24 ഒരു വലിയ ദൈവ പ്രവൃത്തി തന്റെ ദാസനിലൂടെ ചെയ്തെടുക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് പിന്നെയും ശക്തിയോടെ പ്രവർത്തിക്കണമേ. കുടുംബമായവരെ സൂക്ഷിക്കുകയും കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിക്കുകയും വിടുവിക്കുകയും ചെയ്താട്ടെ. അപ്പോൾ തന്നെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് സ്തോത്രം, ദാസനെയും കുടുംബമായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. മിനിസ്ട്രിക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. അതുപോലെ എല്ലാ ഒഫീഷ്യൽസിനായി, എല്ലാ കർത്താവെ ഡയറക്ടേഴ്സിനായി, അതുപോലെ തന്നെ സ്വന്തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി, കോർഡിനേറ്റേഴ്സിനായി എല്ലാവരെയും മുറിഞ്ഞ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി സൂമിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹ നിറവോടെ, ദൈവകൃപയോടെ, ഒരു പുതിയ തീരുമാനത്തോടെ, സമർപ്പണത്തോടെ കർത്താവെ അങ്ങോട്ട് സന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ എല്ലാവർക്കും ഇടയാക്കിയാട്ടെ. പുത്രനെ മാത്രം മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ കഴിഞ്ഞ ദിവസവും ഇന്നും നൽകി ഈ ഉപവാസത്തെ ദൈവം മാനിച്ച് അതിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട് വലിയ മറുപടി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തുതിക്കുന്നു. തൃക്കരങ്ങളിൽ സമസ്ത കാര്യങ്ങളും ഏൽപ്പിക്കുന്നു. സൂമിലായിരിക്കുന്ന എല്ലാവരെയും ഫലമേൽപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം, കൃപ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശിഷ്യ ഇന്ന് രാത്രി ശുശ്രൂഷകൾക്ക് നിയന്ത്രണം നൽകിയ, ദൈവനെ ശുശ്രൂഷിച്ച, പ്രത്യേകിച്ച് സൂമിലായിരിക്കുന്ന വിശിഷ്യ നമ്മുടെ മിനിസ്ട്രിയുടെ എല്ലാ നിലയിലും ഒഫീഷ്യൽസും എല്ലാ അംഗങ്ങളോടും തുടർന്നും ഇന്ന് മുന്നേക്കും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ കർത്താവിന്റെ മടങ്ങിവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രി ജനത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ, ആമേൻ. പ്രൈസ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ രാത്രിയിലെ മീറ്റിംഗിൽ ദൈവനെ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മീറ്റിംഗിൽ ആരാധന വർഷിപ്പ് ചെയ്ത കർത്താവിന്റെ ദാസനോടുള്ള, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാരോടും സഹോദരിമാരോടും പ്രിയപ്പെട്ടവരോടും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, എല്ലാ പ്രിയപ്പെട്ടവരും, എല്ലാ ദൈവദാസന്മാരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും
അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ആമേൻ. സ്തോത്രം. ദൈവമേ